ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒറീസയിൽ കൊള്ളക്കാർ വന്ന് അച്ഛന്മാരെ ആക്രമിച്ച് പൈസ തട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം വി ഡി സതീശൻ വന്ന് പറയുന്നത് അത് ഏതാണ്ട് സംഘപരിവാർ പ്രശ്നമാണെന്നാണ്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇത് നന്നായിട്ട് അറിയാം. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നും അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കറിയാം. അതാണല്ലോ അവർ നേരെ തെളിഞ്ഞ് മുനമ്പത്ത് മനസ്സിലാക്കിയത്. ഒപ്പം നിൽക്കുന്നവരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ കിടപ്പാടത്തിന് വേണ്ടി കരയുന്നവർക്ക് വേണ്ടി അവരെ ഇറക്കി വിടുന്നതിന് വേണ്ടി ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയവരാണ് പിന്നീട് ഈ കഥകൾ മുഴുവൻ പറയുന്നത്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനാണ്. ഇപ്പോൾ നിങ്ങളിവിടെ പ്രവർത്തനത്തിൽ സജീവമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണ് പ്രതീക്ഷകൾ? എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഞങ്ങൾ എല്ലാ മേഖലയിലും സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ നേതാക്കളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയായിട്ടുള്ള ഷോൺ ജോർജാണ് ന്യൂനപക്ഷ മേഖലയിലെ കാര്യങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഓരോ മേഖലയായി തിരിച്ച് ആ മേഖലയിലെല്ലാം സജീവമായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് നിലമ്പൂർ ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നൊരു മണ്ഡലമല്ല. പക്ഷേ ഇത്തവണ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലൊരു വലിയ വർധനവ് പുതിയൊരു പ്രസിഡന്റ് വന്നതിന് ശേഷമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ പോരാട്ടമല്ല നടത്തുന്നത്. ഈ മുനമ്പം പോലൊരു പ്രശ്നം ഈ നാട്ടിലുണ്ടാക്കിയ ഒരു സാമൂഹ്യ മാറ്റമുണ്ട്. സാമൂഹ്യപരമായിട്ടുള്ളൊരു വലിയ ചിന്ത രൂപപ്പെട്ടത് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ. അതായത് മുനമ്പത്തൊരു നിലപാടും കോട്ടയത്തെത്തുമ്പോൾ മറ്റൊരു നിലപാടും എടുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ, മുനമ്പത്തൊരു നിലപാടും മലപ്പുറത്തെത്തുമ്പോൾ മറ്റൊരു നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർ, പറവൂരിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകുന്ന വി ഡി സതീശൻ പറവൂരെത്തുമ്പോൾ നിലപാടും മുനമ്പത്തെത്തുമ്പോൾ എടുക്കുന്ന മറ്റൊരു നിലപാടും, ആ മേഖലയിൽ മാത്രം ആളുകൾ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന സമരവുമെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് ഇവരുടെ തട്ടിപ്പ് മനസ്സിലായി. രണ്ട് മുന്നണികളിലും തട്ടിപ്പ് മനസ്സിലായി. മറ്റൊരു കാര്യമുള്ളത്, പലസ്തീൻ വിഷയം പോലുള്ള വിഷയങ്ങളിൽ പലസ്തീൻ അനുകൂലമായി നിൽക്കുകയും എന്നാൽ പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ അവിടെ ഒരു യുദ്ധം ഒന്നും വേണ്ട എന്ന് പറയുക, അല്ലെങ്കിൽ അക്രമം ഒന്നും വേണ്ട എന്ന് പറയുകയും വളരെ നിഷ്പക്ഷരായും സമാധാനപ്രിയരായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ ഇരട്ടത്താപ്പ് മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ്. യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഈ നിലപാടുകളെ മുഴുവൻ ഇവിടുത്തെ പൊതുസമൂഹം അത് വിലയിരുത്തും. അതിന് ഏത് രീതിയിലാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ പ്രതികരിക്കാൻ അവർ സജ്ജരായി കഴിഞ്ഞു. ആ സജ്ജരായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ മുന്നോട്ടിറങ്ങുന്നത്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് ഭാവിയിൽ കേരളത്തെ നിർണ്ണയിക്കാൻ പോകുന്നതും 2026 തിരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും എല്ലാം ഇത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ മാറ്റുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇപ്പോൾ BJPക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി. അപ്പോൾ ഇവിടെ മോഹൻ ജോർജ് ഒരു കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, അതിന് സംസ്ഥാന ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി വന്നതിനെ സംബന്ധിച്ച് മറ്റ് പാർട്ടികൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലേ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ആളുകളില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് BJPയുടെ തന്ത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവാണോ ഇപ്പോൾ ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയത്? ഞങ്ങളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ആളുകളേ ഉള്ളൂ. ഇന്ന് BJPയിലുള്ളവർ, നാളെ BJPയിലേക്ക് വരാനുള്ളവർ. അത് ഇങ്ങനെ അനസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും എല്ലാ മേഖലയിൽ നിന്നും BJPയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഡേറ്റിൽ ഇന്ന സമയത്തെ BJPയിലേക്ക് വരാവുള്ളൂ എന്നില്ല. ആളുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ മോഹൻ ജോർജും എത്തിയത്. മോഹൻ ജോർജിൽ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു വിലയുണ്ട്, നിലയും വിലയുമുണ്ട്. ആ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കുന്നതിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് ഏകദേശം ഒരു 13% ഈ നിലമ്പൂരുള്ളത്.
അപ്പം ഇത് വലിയ തരത്തിൽ BJPക്ക് നേടിയെടുക്കാനുള്ളൊരു പ്രതീക്ഷയിൽ വലിയ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കാൻ കോൺഗ്രസും LDF ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ BJPക്ക് ഒരു പോരായ്മയായിട്ട് കാണാൻ സാധിക്കില്ലേ? അല്ല, അതിപ്പോ കഴിഞ്ഞ ദിവസം ഒറീസയിൽ കൊള്ളക്കാർ വന്ന് അച്ഛന്മാരെ ആക്രമിച്ച് പൈസ തട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം VD സതീശൻ വന്ന് പറയുന്നത് അത് ഏതാണ്ട് സംഘപരിവാർ പ്രശ്നമാണെന്നാണ്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇത് നന്നായിട്ട് അറിയാം. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നും അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കറിയാം. അതാണല്ലോ അവർ നേരെ തെളിഞ്ഞ് മുനമ്പത്ത് മനസ്സിലാക്കിയത്. ഒപ്പം നിൽക്കുന്നവരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ കിടപ്പാടത്തിന് വേണ്ടി കരയുന്നവർക്ക് വേണ്ടി അവരെ ഇറക്കി വിടുന്നതിന് വേണ്ടി ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയവരാണ് പിന്നീട് ഈ കഥകൾ മുഴുവൻ പറയുന്നത്. വേറെ ഈ 140 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പെരുപ്പിന് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അവിടെ നിയമപരമായ നിലപാടുകൾ വരുവാൻ, നിയമപരമായി നടപടിയെടുക്കുവാൻ ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഞങ്ങൾ ഭരിക്കാത്ത സ്ഥലത്താണെങ്കിലും ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ട് പോകലാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷയേറിയ കാര്യം. ആ പ്രതീക്ഷയേറിയ കാര്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ, പൊതുസമൂഹത്തെ ഇവർ കൊണ്ടുവരുന്ന ഈ ഫോൾസ് നറേറ്റീവ്, ആ നറേറ്റീവിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം, ഒരു അന്തരീക്ഷം ഈ നാട്ടിലുണ്ടാകുന്നതും ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളായി അത് മാറുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിലമ്പൂർ ഇലക്ഷൻ അതൊരു വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ നിരന്തരമായിട്ട് പറയുകയാണ്. പക്ഷേ ഈ ഒരു ക്രൈസ്തവ വോട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടും അത് നേടിയെടുക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഒരു വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കുമോ ഇത്തവണ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ക്രൈസ്തവ വോട്ട്, ഹൈന്ദവ വോട്ട്, മുസ്ലിം വോട്ടൊന്നുമില്ല. ഞങ്ങൾ പൊതുസമൂഹത്തിലുള്ള എല്ലാവരുടെയും വോട്ടുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UPയിലും ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധത എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഞങ്ങളാണ് അവിടെ ജയിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ പറയാത്തത്? ന്യൂനപക്ഷ വിരുദ്ധതയൊന്നും ഞങ്ങളുടെ മുഖമുദ്രയല്ല. അത് ഇവിടെ കൊണ്ടുവരുന്ന ചില നറേറ്റീവുകളാണ്. ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ നിലമ്പൂര് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ റോള് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അതുമായി മുന്നോട്ട് പോവുകയാണ്. ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സ്വരാജിനെ സംബന്ധിച്ച് CPMന്റെ ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും അദ്ദേഹം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വീകരിച്ച് CPM വലിയ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇത് ഈ സീറ്റ് LDF നിലനിർത്തും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് സ്വരാജിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അല്ല, സ്വരാജ് എന്ന് പറയുന്നത് ചില ബുദ്ധിജീവികൾക്കിടയിൽ മാത്രം കയ്യടി കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമായിട്ടാണ് എനിക്ക് ഇതുവരെയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ CPM അതിഗൗരവമായിട്ട് അതാണ് ഏറ്റവും പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ എന്ന രീതിയിൽ പ്രചരണം കൊടുക്കും. ചില അർബൻ നക്സലേറ്റ് വിഭാഗത്തിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയൊക്കെ വലിയ പിന്തുണ ചില ഭാഗത്തുനിന്ന് ഈ സ്വരാജിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ ചില ഗ്രൂപ്പുകളുടെ പിന്തുണ മറ്റു പലർക്കാണ് പോകുന്നത്. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരുന്നത് രാജ്യവിരുദ്ധരുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിനുപരി ഈ ശബരിമലയുമായി വിശ്വാസികളുടെ ഇടയിൽ, അതുപോലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സ്വരാജ് എടുത്തിരിക്കുന്ന നിലപാടുകൾ പലതും ദഹിക്കുന്നതല്ല. അതുകൊണ്ട് അതൊരു CPMന്റെ മാത്രം ഒരു വിലയിരുത്തലായി കണ്ടാൽ മതി. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ സന്ദീപ് വാര്യരുടെ പരാമർശം ഉണ്ടല്ലോ, അത് സന്ദീപ് വാര്യർ ഇപ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് സന്ദീപ് വാര്യർ ഇതൊക്കെ പറയുന്നതാണ്. അത് സന്ദീപ് വാര്യരുടെ ജോലിയാണ്. സന്ദീപ് വാര്യർ നാളെ വേറൊരു സ്ഥലത്ത് പോയാൽ അത് തന്നെ പറയും. പക്ഷേ സന്ദീപ് വാര്യരെ ഞങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സന്ദീപ് വാര്യർ ഇതിൻ്റെ അകത്തേക്ക് വരാനുള്ള ആളാണ്. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഈ നിലപാടുകളെ നമ്മൾ മുഖവിലേക്ക് എടുക്കാതിരിക്കാതല്ലേ. ആ നിലപാട് ഒരു കുറച്ച് കലയുമ്പം മാറി ഞങ്ങൾ സന്ദീപ് ജി എന്ന് വിളിക്കേണ്ട ഒരു നിലയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല.